ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചെമ്പല്ലി തേങ്ങാപ്പാലിൽ പൊള്ളിച്ചതാണ്. അപ്പോൾ സാധാരണ വലിയ മീനൊക്കെയാണ് സാധാരണ ഇതുപോലെ തേങ്ങാപ്പാലിൽ പൊള്ളിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചെമ്പല്ലിയാണ്. ഇങ്ങനെ ഇതും ചെയ്ത് നോക്ക്, സൂപ്പറാണ് കേട്ടോ. നേരെ ആക്കിയ ഈ മീനിലേക്ക് മുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നാരങ്ങ നീരൊക്കെ പുരട്ടി ഞാൻ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ അങ്ങോട്ട് മാറ്റി വെക്കുക. ഉപ്പും മുളകും നന്നായി അങ്ങോട്ട് പിടിക്കട്ടെ. അതിനുശേഷം നമ്മളിതൊരു 6 ചെറിയ ഉള്ളി, ഒരു 4 വെളുത്തുള്ളി, അതേപോലെ ഒരു 2 പച്ചമുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഉലുവ, നല്ല ജീരകം കുറച്ച് മതി. ഇതെല്ലാം കൂടി ഇട്ട്, കറിവേപ്പിലാണെങ്കിൽ എത്ര വേണമെങ്കിലും ഇട്ടോ കേട്ടോ, അത്രയും നല്ലതാണ്. ഞാൻ 4-5 തണ്ടേ ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക. സൂപ്പറായിട്ട് ഒത്തിരി എണ്ണ ഒഴിച്ചാൽ മതി, എണ്ണ അധികം ഒഴിക്കുകയേ വേണ്ട. നല്ല പോലെ. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ തേങ്ങ, അതിൻ്റെ ഒരു അരമുറി തേങ്ങ തന്നെ വേണ്ട. ഞാൻ അരമുറി എടുത്തിട്ടില്ല, കുറച്ച് തേങ്ങാപ്പാൽ. അരമുറി ചെറിയ തേങ്ങ ആണെങ്കിൽ അരമുറി എടുത്തോളൂ വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു തേങ്ങാപ്പാൽ എടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് നല്ലപോലെ ഇതൊന്ന് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. തലങ്ങും വിലങ്ങും കൊണ്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ കട്ടിയായിട്ടുള്ള, നിങ്ങൾ പാനാണെങ്കിൽ ഒരു പാൻ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ ഏതിലാണോ ചെയ്യുന്നത് അതേപോലെ എടുക്കുക. ഞാനാണെങ്കിൽ എടുത്തിരിക്കുന്നത് ഇവിടെ കട്ടിയുള്ള നല്ലൊരു മൺചട്ടിയാണ്. ഞാനെപ്പോഴും മൺചട്ടിയിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ എടുത്തിരിക്കുന്നത് ചൂടായ ചട്ടി ഇതുപോലെ നല്ല പോലെ വന്നു ചൂടായതിന് ശേഷം ഇതേപോലെ മീനങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെക്കുക. ഒന്ന് ചൂടായതിന് ശേഷം ഇതേപോലെ പാലങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇല ഇടണം കേട്ടോ, 2 ഇല നല്ല പോലെ ഇടണം, നല്ല കട്ടിയുള്ള നല്ല 2 ഇല. കേട്ടോ ഒന്ന് വാട്ടിയിട്ട് വേണം ആ ചട്ടിയിലോട്ട് വെക്കാൻ, അപ്പോൾ പൊട്ടില്ല. എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് ഇട്ടിട്ട് തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞ് ഇതേപോലെ അങ്ങ് ചെറിയ തിള വരും കണ്ടോ, തിളയ്ക്കുന്ന കണ്ടോ. അപ്പം നല്ലപോലെ കുറച്ച് നമുക്കറിയാമല്ലോ വേവ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത് എന്താ പറയുക, ക്ലോസ് ചെയ്യരുത്. ഇല കൊണ്ട് കെട്ടിവെക്കുമല്ലോ ഇല സാധാരണ പൊള്ളിക്കുമ്പോൾ, അതേപോലെ കെട്ടിവെക്കാൻ പാടില്ല. തേങ്ങാപ്പാലിൽ തന്നെ കിടന്ന് ഇത് വെന്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഇതേപോലെ മറിച്ചും തിരിച്ചു വിടുക. സൂപ്പറായിട്ട് കിട്ടും. ഇന്നത്തെ ഉച്ചയൂണിന് ഞങ്ങൾക്ക് ഇതാണ് മീൻ, സാമ്പാർ, ഉപ്പേരിയാണ്, തൈരുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. ഇതിൻ്റെ അരപ്പില്ലേ, അതിനൊക്കെ അരപ്പ് മാത്രം മതി കഴിക്കാൻ, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇതേപോലെ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ തന്നെ